ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കിട്ടാതിരുന്നപ്പോഴത്തേനാണ് കുറച്ചുകൂടെ എന്നാൽ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുവന്നാൽ എനിക്ക് സക്സസ് ആവാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൂടെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ്. അങ്ങനെ ലഭിച്ച ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം കൂടിയാണിത്. ബേക്കിംഗ് മേഖലയിൽ തൻ്റെതായ കഴിവ് തെളിയിച്ച് ഇന്ന് അതിനെ ഒരു ബിസിനസ്സായി മാറ്റിയിരിക്കുന്ന ചേച്ചിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ എല്ലാ ടൈപ്പ് കേക്കുകളും ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ കേക്കുകൾ, കസ്റ്റമർ ഏത് കേക്ക് പറയുന്നു അത് അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ പിസ്സയും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്കുള്ള വരവ്? ഇങ്ങനൊരു ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ കേക്ക് ബേക്കിങ്ങിലേക്ക് വരാം എന്നുള്ളൊരു തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ വിവാഹത്തിന് മുമ്പ് ചെറിയ രീതിയിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അതിന് ശേഷം അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വേറെ ജോലിക്കൊക്കെ പോയി. അതിനുശേഷം രണ്ടാമത്തെ കുട്ടി ഉണ്ടാക്കിയപ്പം കൊറോണയുടെ ലോക്ക്ഡൗൺ ആയിരുന്നു. ആ ഒരു സമയത്ത് കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാം അടവായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഒരെണ്ണം ചെയ്തപ്പോൾ അത് നല്ല സക്സസ് ആയിരുന്നു.